അറബിക്കടലിൽ കേരള തീരത്ത് ചരക്ക് കപ്പൽ മറിഞ്ഞ് അപകടമുണ്ടായ വാർത്തയിൽ കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. അപ്ഡേറ്റുകളിലേക്കാണ്. കപ്പലിൽ നിന്ന് രാസവസ്തുക്കൾ അടങ്ങിയ കാർഗോകൾ കടലിൽ പതിച്ചിട്ടുണ്ട്. കാർഗോകൾ കേരള തീരത്ത് എവിടെ വേണമെങ്കിലും വന്നെത്താൻ സാധ്യതയുള്ളതിനാൽ തൃശൂർ, കൊച്ചി, ആലപ്പുഴ, കൊല്ലം, നീണ്ടകര തീരങ്ങളിലൊക്കെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട്. സംശയാസ്പദമായ നിലയിൽ കണ്ടെയ്നറുകൾ തീരത്ത് കണ്ടാൽ പൊതുജനങ്ങൾ അടുത്തേക്ക് പോകരുതെന്നും കൈകൊണ്ട് തൊടരുതെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട MSC എൽസ 3-ലുണ്ടായിരുന്ന 24 ജീവനക്കാരെയും ഇപ്പോൾ സുരക്ഷിതരാണ് എന്ന വിവരമാണ് വരുന്നത്. സജോ ദേവസ്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജോ ദേവസ്യ, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ആ 24 പേരും സുരക്ഷിതരാണ്. അതേസമയം കടലിൽ എണ്ണപ്പാട പടരാൻ സാധ്യതയുണ്ട് എന്ന എന്തെങ്കിലും സംശയമുണ്ടോ? ഈ ഭാഗത്ത് കണ്ടെയ്നറുകൾ വന്നാൽ, ഏതെങ്കിലും തരത്തിൽ ചരക്കുകൾ കണ്ടാൽ എന്താണ് പൊതുജനങ്ങൾ സ്വീകരിക്കേണ്ടത്? ഡോക്ടർ അരുൺകുമാർ, ഈ അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിലെ 24 ജീവനക്കാരും സുരക്ഷിതരാണ് എന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ആശ്വാസകരമായ വിവരമായി ലഭ്യമാകുന്നത്. 21 പേരെ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലിലേക്ക് മാറ്റുകയും അവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം 3 ക്രൂ മെമ്പേഴ്സ് ഈ കപ്പലിൽ തന്നെ തുടരുന്നുണ്ട്. അവരെ, അതായത് സാധാരണഗതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ സ്വഭാവമല്ല ഇത്. അതായത് വളരെ തിരക്കിട്ട് അവരെ മാറ്റേണ്ട ഒരു സാഹചര്യമില്ല. സാധാരണഗതിയിൽ ചരക്ക് കപ്പലിൽ, ഇങ്ങനെ അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിൽ ജീവനക്കാർ തുടരുന്നത് സ്വാഭാവികമാണ് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അവർക്ക് അവിടെ നിലവിൽ നാവികസേനയുടെ ഒരു കപ്പലും കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പലും ഒപ്പം കോസ്റ്റ് ഗാർഡിന്റെ ഡോണിയർ എയർക്രാഫ്റ്റും സ്ഥലത്തുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും നിലയ്ക്കുള്ള ആശങ്കയ്ക്ക് അക്കാര്യത്തിൽ വകയില്ല എന്നതാണ്. അതേസമയം 400-ലധികം കണ്ടെയ്നേഴ്സ് ഈ ഷിപ്പിലുണ്ടായിരുന്നു. ഓയിൽ പടരാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ നേരത്തെ തന്നെ 3 ജില്ലകളിലാണ് പ്രധാനം. 3 ജില്ലകളുടെ തീരപ്രദേശങ്ങളിൽ ഒരു ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. അതിലിപ്പോൾ ഈ 3 ജില്ലകളിലെയും ജില്ലാ ഭരണകൂടങ്ങൾ തന്നെ ഔദ്യോഗികമായി ഈ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. അതിൽ അറിയിപ്പിൽ തന്നെ പറയുന്നത്, കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. തീരത്തടിഞ്ഞാൽ ഏതെങ്കിലും നിലയ്ക്ക് സ്പർശിക്കാൻ ശ്രമിക്കരുത്. വസ്തുക്കൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അക്കാര്യങ്ങൾ പോലീസിനെയോ നേരത്തെ അറിയിച്ചിട്ടുള്ള നമ്പറുകളിലോ അറിയിക്കുക എന്നതാണ്. അതായത് ഈ പ്രദേശങ്ങളിൽ ഒരുപക്ഷെ നേരത്തെ എണ്ണപ്പാളി രൂപപ്പെട്ടേക്കാം, അങ്ങനെയുള്ള സാധ്യതകളാണുള്ളത്. അതായത് ആ കപ്പൽ കടലിൽ തന്നെയുണ്ട്. അതിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണം എന്നത് അവരുടെ കൈവശം ഇപ്പോഴില്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, കണ്ടെയ്നർ കടലിൽ വീണിട്ടുണ്ട്. അതിൽ നിന്ന് വീണ വസ്തുക്കൾ, അതിൽ ഡേഞ്ചറസ് ഗുഡ്സ് ഉണ്ടാകാം, ഒപ്പം ഓയിൽ ലീക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവയാണ് കടലിൽ പടരുകയും ഈ നേരത്തെ എണ്ണപ്പാളി അടക്കം രൂപപ്പെടാൻ സാധ്യതയും ഉള്ളത്. അതുകൊണ്ട് അക്കാര്യത്തിൽ ജാഗ്രതയാണ് വേണ്ടത്, ഭയപ്പാട് വേണ്ട. സ്വാഭാവികമായും തീരപ്രദേശങ്ങളിലേക്ക് അതിൻ്റെ ചലനം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ 24 ജീവനക്കാരും വിദേശികളാണ്. അവരെ എങ്ങോട്ടേക്ക് എത്തിക്കണം എന്ന കാര്യത്തിലൊക്കെ ഇപ്പോൾ ഒരു സമ്പൂർണ്ണമായ തീരുമാനമെടുത്തിട്ടില്ല. അവർ സുരക്ഷിതരാണ് എന്ന് ഉറപ്പുവരുത്തുക മാത്രമാണ് ഇപ്പോൾ ആവശ്യമുള്ളത് എന്നാണ് ഡിഫൻസ് PRO അടക്കം അറിയിക്കുന്നത്. അക്കാര്യത്തിൽ സമ്പൂർണ്ണമായി റെസ്ക്യൂ ഓപ്പറേഷൻ എന്നത് സമ്പൂർണ്ണമായി വിജയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരെ എങ്ങോട്ടേക്ക് നീക്കണം, എന്താണ് അക്കാര്യത്തിൽ വേണ്ടത് എന്ന കാര്യത്തിലൊരു തീരുമാനം കൂടി മാത്രമേ ഉണ്ടാകാനിരിക്കുന്നുള്ളൂ. എന്ന് മാത്രമല്ല, ഈ ഷിപ്പ് അത് അവിടെ തന്നെ തുടരുകയാണ്. അതിന് സമ്പൂർണ്ണ നിയന്ത്രണമില്ല. അതൊരു ചെരിഞ്ഞ് ഒരു ഭാഗം മുങ്ങിയ നിലയിലാണ് എന്നതാണ് അതിൻ്റെ ഒരു സാഹചര്യം. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 400ഓളം കണ്ടെയ്നറുകളാണ്. അതിൽ 8-ലധികം കണ്ടെയ്നറുകൾ താഴേക്ക് പതിച്ചിട്ടുണ്ട്. അതിലെ ഡേഞ്ചറസ് കൂടെ അത് പക്ഷേ കടലിലുള്ള ജീവജാലങ്ങൾക്കാണ് പ്രയാസം ഉണ്ടാക്കുക. അതേസമയം ഓയിൽ ലീക്ക് ഈ നിലയ്ക്കുള്ള എണ്ണപ്പാളിയും ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യമാണ്. അത് മറ്റെന്തെങ്കിലും നിലയ്ക്ക് അപകടം ഉണ്ടാക്കാതിരിക്കാനുള്ള ഒരു ജാഗ്രതാ മുന്നറിയിപ്പാണ് ഈ ഘട്ടത്തിൽ നൽകിയിരിക്കുന്നത്. ജില്ലാ ഭരണകൂടങ്ങൾ നൽകിയിട്ടുണ്ട്, സംസ്ഥാന ദുരന്ത നിവാരണം അതോറിറ്റിയും നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ കോസ്റ്റ് ഗാർഡും അത് സംബന്ധിച്ചുള്ള അലേർട്ട് നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിരുന്നതുമാണ്. ഏതായാലും 24 ജീവനക്കാരും സുരക്ഷിതരാണ് നിലവിൽ. അരുൺകുമാർ. ശരി, സജു ദേവസ്യയാണ് വിവരങ്ങൾ നൽകിയത്. 24 പേരും ഇപ്പോൾ സുരക്ഷിതരാണ്. അക്കാര്യത്തിൽ ഒരു ആശങ്കയും വേണ്ട. ഏതെങ്കിലും തരത്തിൽ കാർഗോ അടങ്ങിയിരിക്കുന്ന കണ്ടെയ്നറുകൾ തീരദേശത്ത് വന്നാൽ ജാഗ്രത പാലിക്കണം എന്നാണ് പറയുന്നത്. അവയുടെ അടുത്തേക്ക് പോകാനോ അവ തുറന്നു നോക്കാനോ തീരദേശത്തുള്ളവർ ശ്രമിക്കാൻ പാടില്ല. കോഴിക്കോട് മുതൽ കൊല്ലം വരെയുള്ള തീരദേശത്തുള്ളവർക്ക് പൊതുവെ ഈ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ആലപ്പുഴ, കൊച്ചി തീരത്തുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക.